എല്ലാം കൊണ്ടും നല്ലൊരു സിനിമ, നല്ലൊരു ബോധവൽക്കരണമാണ്. സീയത്തും ബഷീറോട് കൂടിയപ്പോൾ ഒരു മനോഹരമായ ഒരു കുഞ്ഞു സിനിമ. ഒരു സിനിമ ഭ്രാന്ത് എന്നൊക്കെ പറയില്ലേ, അഭിനയത്തോട് പാഷൻ ഉണ്ടായിരുന്ന ആളാണ് ബഷീർ. ഇത്രയേറെ വിജയിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. I think he should graduate to movies now. കലന്തൻ ബഷീർ ഇപ്പോൾ കലക്കൻ ബഷീർ ആയിരിക്കുകയാണ്. കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിമിൽ ഉണർവ്, അതിൽ എൻ്റെ മോനാണ് നായകനായിട്ട് അഭിനയിച്ചത്. പക്ഷേ അച്ഛൻ്റെ ആ ഒരു മരണം അതൊരു ട്വിസ്റ്റായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്ക് ഇതുപോലുള്ള സമൂഹത്തിൽ ഒരുപാട് കുട്ടികളുണ്ട്. ഇമ്പാക്ട് തീർച്ചയായും ലഹരിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കും എന്നുള്ളത്. Once again, thank you so much. കലന്തൻ ബഷീർ, അദ്ദേഹത്തിന് നല്ലൊരു കൈഡി കൊടുക്കാം. അദ്ദേഹത്തിന്റെ മൂവി കണ്ടിട്ട് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ജോലിയിൽ കാണുന്ന കുറേ എമോഷൻസ്, കുറേ ആസ്പെക്ട്സ് വളരെ ഡീറ്റെയിൽഡായിട്ട് വളരെ നൈസായ ഒരു രീതിയിൽ ഇവർ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഷെയ്ഡ് മറച്ചു വെക്കേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് എനിക്കത് ഇപ്പം റിവീൽ ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് അത് പറയാതിരുന്നതെന്ന്. അത്രയാണ് പറയുന്നത്. ബെന്നി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കലന്തൻ ബഷീറാണ് എന്നിലൊരു അഭിനേതാവ് ഉണ്ടെന്ന് കണ്ടെത്തുന്നതും എന്നെ അതിനെ ക്ഷണിക്കുന്നതും. അതൊന്നും ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആവും. ബഷീറിനെ കാണുന്ന കായംകുളം കൊച്ചുണ്ണിയിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയൽ. നസീർ സാറിൻ്റെ കായംകുളം കൊച്ചുണ്ണിയല്ല, നിങ്ങൾ വിചാരിക്കും അത്രയും സീരിയലാണെന്നല്ല. ലഹരിക്കെതിരെ ഞങ്ങളൊരു പോരാട്ടത്തിലാണ് NHRSCF. അതിന് ഇത്രമാത്രം അത് ഒരു ബോധവൽക്കരണം നടത്തുന്ന സിനിമകളുമായി രംഗത്ത് വന്നിട്ടുള്ളത് കലന്തൻ ബഷീറാണ്. ഇതൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഗംഭീര ഷോർട്ട് ഫിലിം. ഞാൻ ചോദിച്ചു, ഞാൻ നമ്മുടെ നോർമലി നോക്കില്ലല്ലോ സംവിധാനം, ഒരു ഷോർട്ട് ഫിലിം അങ്ങനെ കണ്ടു. ബഷീർ അഭിനയിച്ചാവാം എന്ന് വിചാരിച്ചും കണ്ടു, അല്ലെങ്കിൽ റോഷൻ അഭിനയിച്ചാവാം വിചാരിച്ച് കണ്ടു. പക്ഷെ അതൊന്നുമല്ല, ഇതാരും ഇല്ലാത്തൊരു ഷോർട്ട് ഫിലിം. ഗംഭീരം. ഞാൻ പറഞ്ഞു, നല്ല മേക്കിംഗ് കേട്ടോ. ആണോ എന്ന് ചോദിച്ചു. അതെ, ഞാനാണ് എൻ്റെ സംവിധായകൻ. ഞാൻ ആണോ? പിന്നീട് ഉണർവ് എന്നുള്ള ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരുപാട് അവാർഡ്സ് ഇപ്പോഴും ഡെയിലി നമ്മൾ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെ ബഷീറിൻ്റെ അവാർഡിൻ്റെ വാങ്ങിക്കുന്ന ഒരു ഫോട്ടോ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത്, എടോ നിങ്ങൾ വരണം, ഒരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ നായകനാണോ? നായകനൊന്നുമല്ല, നിങ്ങൾ വരണം. ഞാൻ വിളിച്ച് വരൂലേ? ഞാൻ പറഞ്ഞു വരും. ഞാൻ പറഞ്ഞു എന്താണ്? വ്യത്യസ്തമായ വേഷമാണ്. ഞാൻ പറഞ്ഞു എന്താണ്? പോലീസാണ്. വ്യത്യസ്തം. എനിക്ക് നമ്മൾ 100-ൽ 99 പോലീസ് സ്റ്റേഷൻ ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞു വ്യത്യസ്തത. പക്ഷേ ബഷീർ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ശ്രീജിത്തുണ്ട്, മൊത്തം ക്രൂ, രതീഷ് പാലോടുണ്ട് അസോസിയേറ്റ്, മൊത്തം ക്രൂ സിനിമാക്കാരാണ്. വളരെ ഗംഭീരം. നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ആരാണ് ഹീറോ? അപ്പം അവിടെ പൂജയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു അടിപൊളി ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് ഒരാളിങ്ങനെ മാറി, ഒരു ഭയങ്കര ഒരു, ഞാൻ വെച്ച ഒരു ഫോറിനറായിരിക്കും, ഫോറിനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ആളായിരിക്കും വിചാരിച്ചു, അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ, അങ്ങനെ ഒരാൾ മാറി നിൽപ്പുണ്ട്. അപ്പം ബഷീർ പറഞ്ഞു ഇദ്ദേഹമാണ് ഈ പ്രധാന കഥാപാത്രം ചെയ്യുന്ന ആൾ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ ചിരിയൊക്കെ ഇട്ട്, അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഭയങ്കര ജാടയായിരിക്കും, കാരണം നല്ല ഗ്ലാസ്സൊക്കെ വെച്ച് നിൽപ്പുണ്ടേ, ജാടയായിരിക്കുന്നത്. പക്ഷേ സംഭവം ജാടയല്ല, ആദ്യമായി അഭിനയിക്കുന്നതിൻ്റെ അതുകൊണ്ടൊന്നും മാറി നിന്നാണ്. പക്ഷേ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഗംഭീര മനുഷ്യനാണ് മനസ്സിലായി. ഒരു ടോക്കൺ ഓഫ് ലവ് ആണ് തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. സന്തോഷത്തിന്റെ ഒരു നിറഞ്ഞ കൈയടിയുടെ പ്രതീക്ഷിക്കുകയാണ്. വൺസ് അഗൈൻ മലയാള സിനിമയ്ക്ക് ഏറ്റവും മികച്ച മറ്റൊരു സിനിമ കലന്തൻ ബഷീർ എന്ന ഡയറക്ടർക്ക് സമ്മാനിക്കാൻ കഴിയട്ടെ എന്നൂടെ ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയാണ്. എല്ലാം കൊണ്ടും നല്ലൊരു സിനിമ, നല്ലൊരു ബോധവൽക്കരണമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ആത്മഹത്യ ബഷീർക്കയുടെ എല്ലാ സിനിമയിലും ഉണ്ട്. ഞാൻ അഭിനയിച്ച സിനിമയിലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറയുന്നുണ്ട്. ഇതും വളരെ മനോഹരമായിട്ട് നല്ലൊരു സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേരിലേക്ക് ഈ സിനിമ എത്തട്ടെ. മാക്സിമം നമ്മളെല്ലാവരും ഈ സിനിമയെ പ്രൊമോട്ട് ചെയ്യണം, എല്ലാവരിലേക്ക് എത്തിക്കണം. Congratulations and thank you so much. ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ടുള്ള സീജിത്താണ്. സീജിത്തും ബഷീറോട് കൂടിയപ്പോൾ ഒരു മനോഹരമായ ഒരു കുഞ്ഞു സിനിമ. എന്നെ അത്ഭുതപ്പെടുത്തിയ സലീം ഭായിയാണ്. സലീം ഭായി ഞങ്ങളെ പരിചയമില്ല, പക്ഷേ ഒരു പുതുമുഖത്തിൻ്റെ ഒരു ടെൻഷനും ഇല്ലാതെ അനായാസമായിട്ട് അഭിനയിച്ചു. അത് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ബഷീർ പറഞ്ഞതുപോലെ അഭിനയിക്കാൻ ഒരു സിനിമ ഭ്രാന്ത് എന്നൊക്കെ പറയില്ലേ, അഭിനയത്തോട് പാഷൻ ഉണ്ടായിരുന്ന ആളാണ് ബഷീർ. അങ്ങനെ അഭിനയിക്കാൻ വേഷങ്ങൾ അന്വേഷിച്ച് നടന്ന ബഷീർ പലർക്കും വേഷം കൊടുത്ത് ഇത്രയേറെ വിജയിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അറിയുന്ന ബഷീറല്ല സംവിധായകനായിട്ട് ഇപ്പോൾ കണ്ടത്. ഗിരിനിരകളിൽ നിന്നുമുള്ള ഏറ്റവും സുഗന്ധം നിറഞ്ഞ ഒരു പുഷ്പം ബഷീറിന്. ഫിലിമിനകത്ത് ബഷീർ എന്റെ മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അതുകൂടാണ്ട് എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ബഷീർ വിളിക്കുമ്പം തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ, സ്ഥലത്തുണ്ടെങ്കിൽ എത്തിച്ചേരാറുണ്ട്. ബഷീർ വളരെ നല്ല കഴിവുള്ള ഒരു വ്യക്തിത്വമാണ്. അതിപ്പം അദ്ദേഹം ഇവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് ഷോർട്ട് ഫിലിമൊക്കെ വിട്ട് സിനിമയിലേക്ക് വരട്ടെ. സിനിമകൾ ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. കാരണം ഈ 20 മിനിറ്റ് കൊണ്ട് ഇത്രയും മനോഹരമായിട്ട് ചെയ്ത ഒരു സിനിമ, തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾക്ക് സിനിമ ചെയ്യുന്നതിൽ യാതൊരു പ്രോബ്ലവും ഇല്ല. ഐ തിങ്ക് ഹി ഷുഡ് ഗ്രാജുവേറ്റ് ടു മൂവീസ് നൗ. പ്രിയപ്പെട്ടവനാണ്. എൻ്റെ ഹെയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ബഷീറിനെ വെച്ച് ഞാൻ ഡയറക്റ്റ് ചെയ്തതാണ്. കലന്തൻ ബഷീർ ഇപ്പോൾ കലക്കൻ ബഷീർ ആയിരിക്കുകയാണ്. സ്നേഹം വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. അദ്ദേഹം അഭിനയിക്കാൻ വേണ്ടി സിനിമാ മേഖലയിലോട്ട് വന്ന സമയം തൊട്ടുള്ള ബന്ധമാണ്. അതിനുശേഷം അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ ഷോർട്ട് ഫിലിമുകളുടെ കാര്യങ്ങൾക്കും ഏറ്റവും ആദ്യം എന്നെയാണ് ബന്ധപ്പെടാറുള്ളത്. ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിം ഡയറക്ടേഴ്സിനെ കാണാറുണ്ട്, കണ്ടിട്ടുണ്ട്, ഇവിടെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ബഷീറിക എപ്പോഴും ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് സമൂഹത്തിന് ഗുണമുള്ള രീതിയിലുള്ള ഒരു സന്ദേശം നൽകുന്ന ഷോർട്ട് ഫിലിമുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്. കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിമിൽ ഉണർവ്, അതിൽ എൻ്റെ മോനാണ് നായകനായിട്ട് അഭിനയിച്ചത്. അതിലഭിനയിച്ചതിന് അവന് ഒരുപാട് അംഗീകാരങ്ങളെല്ലാം കിട്ടുകയുണ്ടായി. അതിന് വളരെ സന്തോഷം അവനെ തിരഞ്ഞെടുത്തതിൽ. ഏതായാലും ഈ ജാനകിക്കാട് എന്ന ഷോർട്ട് ഫിലിമിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് സലീമിക്ക ഇവിടുത്തെ വൺ ഓഫ് ദ ബിഗ് പ്രൊഡ്യൂസറാണ്. ഇപ്പോൾ ഒരു വലിയ പടം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സലീമിക്കയും അഭിനയത്തിലോട്ട് കടന്നിരിക്കുകയാണ്. ഈയിടെയായിട്ട് സിനിമയിലാണെങ്കിലും ഷോർട്ട് ഫിലിമിലാണെങ്കിലും ഒക്കെ ജോർജ് സാർ എന്ന ക്യാരക്ടറിന് പെട്ടെന്ന് പേരുണ്ടാക്കാൻ പറ്റുന്നുണ്ട്. സലീമിക്ക തുടരും ജോർജ് സാർ വന്നു, ജാനക്കാരിലും ജോർജ് സാർ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Congratulations and thank you so much. So once again, congratulations and thank you so much. ആർട്ട് പോലെ തന്നെ നമ്മുടെ സിനിമയിൽ ആർട്ട് പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഷർട്ടൊക്കെ ഇട്ട് വളരെ ജെന്റിൽ ലുക്കിൽ അദ്ദേഹം നമ്മളോടൊപ്പം സ്റ്റേജിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. സോ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. കഥയില് ഈ അച്ഛൻ പോലീസാണ്, മകൻ ആണ് കുറ്റം ചെയ്തേക്കണേ. സ്വാഭാവികമായും ഇതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന വേറെ പോലീസുകാരും കണ്ടു. പക്ഷേ അച്ഛൻ്റെ ആ ഒരു മരണം അതൊരു ട്വിസ്റ്റായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്ക്, ഇതുപോലുള്ള സമൂഹത്തിൽ ഒരുപാട് കുട്ടികളുണ്ട്, ആ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അയ്യോ എൻ്റെ അച്ഛൻ എന്നുള്ളൊരു ഫീലിംഗ് ആ മനസ്സിലേക്ക് കയറി വരികയും അത് ഒഴിവാക്കേണ്ടതാണെന്ന് സ്വയം തോന്നലും ആണ് ഈ കഥയുടെ പ്രധാനമായ കാതൽ എന്ന് പറയുന്നത്. സമൂഹത്തിന് നല്ലൊരു സന്ദേശം നൽകുന്ന ജാനകിക്കാട് പോലീസ് സ്റ്റേഷൻ. CP സാറ് പറഞ്ഞതുപോലെ ഏതാണ്ട് 1 ലക്ഷത്തിലധികം ആൾക്കാരെ നമ്മൾ ഉണർവ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കാണിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇതും ഒരുപാട് പേരിലേക്ക് എത്തിച്ചേരുന്ന ഒന്ന് തന്നെയായിരിക്കും. ഇതിൽ ആ ഒരു നല്ല മെസ്സേജ് ഉണ്ട്. ഒരു വിദ്യാർത്ഥിയെക്കുറിച്ച് അയാളുടെ പിതാവ് കാണുന്ന സ്വപ്നങ്ങൾ, ഏറ്റവും അവസാനം ആ പയ്യൻ തന്നെ പിതാവിൻ്റെ ആ അവസ്ഥയും കാണേണ്ടി വരുന്നൊരു കാര്യം. ഇത് കുട്ടികൾക്കിടയിലേക്ക് നമ്മൾ കാണിക്കുമ്പോൾ അവർക്കുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് തീർച്ചയായും ലഹരിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒരു നമ്മുടെ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യേണ്ട പാർട്ടാണ് ക്യാമറ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് അവർ ഹാപ്പി മിസ്റ്റർ ശ്രീജിത്ത് നായർ, അദ്ദേഹത്തിന് നല്ലൊരു കൈയ്യടി കൊടുക്കാം. യെസ്, വീണ്ടും മറ്റൊരു മനോഹരമായിട്ടുള്ള കഥാപാത്രമാണ് അദ്ദേഹം സമ്മാനിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ഈ സിനിമയുടെ ഏറ്റവും മികച്ച കഥാപാത്രം നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. നമ്മുടെ സ്ക്രിപ്റ്റ്, അതോടൊപ്പം നമ്മുടെ സ്ക്രീൻ പ്ലേ, ഡിറക്ഷൻ, എല്ലാ പാർട്ടും വളരെ മനോഹരമായിട്ട് അഭിനയിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, ലെറ്റ്സ് വെൽക്കം കലന്തൻ ബഷീർ. അദ്ദേഹത്തിന് നല്ലൊരു കൈയ്യടി കൊടുക്കാം. അദ്ദേഹത്തിന്റെ 3ാമത്തെ സിനിമയാണ് NSRCF വേണ്ടിയിട്ട്. താങ്ക് യു സോ മച്ച്. മൂവി കണ്ടിട്ട് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ജോലിയിൽ കാണുന്ന കുറേ എമോഷൻസ്, കുറേ ആസ്പെക്ട്സ് വളരെ ഡീറ്റെയിൽഡായിട്ട് വളരെ നൈസായ ഒരു രീതിയിൽ ഇവർ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മുടെ ബഷീർ അദ്ദേഹത്തിൻ്റെയും മറ്റ് എല്ലാ ടീമിനെ ഹാർദമായി അഭിനന്ദിക്കുകയാണ്.
അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ ഔദ്യോഗിക ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എമോഷൻസ് ൻ്റെ ഒരു കയോട്ടിക് സിറ്റുവേഷനിലാണോ നമ്മൾ കുറേ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന ഒരു വിഷയം നമുക്ക് തന്നെ ഫീലിംഗ് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരും വളരെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരെ അഭിനന്ദിക്കുകയാണ്. അവർ ഒരു ഡയലോഗ് ഉണ്ടെങ്കിലും ഡയലോഗ് ഇല്ലെങ്കിലും അവരുടെ എല്ലാ ഓരോ ഷോട്ട് ഇറ്റ്സ് എക്സലൻറ്റ് വേ. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ബഷീർ അദ്ദേഹം പോലീസായിട്ട് കൂടി നേരത്തെ 2 ഫിലിമുകൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റിൻ്റെ ഷോർട്ട് ഫിലിം ആണെങ്കിലും അതിലെ ബെന്നി എന്ന കഥാപാത്രത്തിന് 1-2 എന്താ പറയുക ഷെയ്ഡ് മറച്ചു വെക്കേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് എനിക്കത് ഇപ്പം റിവീൽ ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് അത് പറയാതിരുന്നതെന്ന്. അത്രയെന്ന് പറയുന്നത് ബെന്നി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കളന്തൻ ബഷീറാണ് എന്നിലൊരു അഭിനേതാവ് ഉണ്ടെന്ന് കണ്ടെത്തുന്നതും എന്നെ അതിനെ ക്ഷണിക്കുന്നതും. ആദ്യമൊന്നും ഞാൻ വിചാരിച്ചില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ആവുമെന്ന്. പക്ഷേ ഐ ആം സോ ഹാപ്പി. ഞാനത് കണ്ടിരുന്നു. വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. താങ്ക്സ് കളന്തൻ ബഷീർ. താങ്ക്സ് NHRAC. പിന്നെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു. അതിനകത്ത് ബാലാജിയെ പോലുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നമുക്ക്, ഞാൻ സിനിമയിൽ ഫസ്റ്റാണ്. കുറേ കാലങ്ങളായി ഞാൻ കണ്ണാടിയുടെ മുമ്പിലൊക്കെ അഭിനയിക്കാറുണ്ടായിരുന്നു. സിനിമയിൽ ഞാൻ ഫസ്റ്റായിരുന്നു. അപ്പോൾ ബാലാജിയാണ് എനിക്ക് ഒരുപാട് സപ്പോർട്ടൊക്കെ തന്നത്. താങ്ക്സ് ബാലാജി. അതുപോലെ തന്നെ ക്യാമറാമാൻ ശ്രീജിത്ത്, എല്ലാവരോടും സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. കലന്തൻ ബഷീർ എന്ന പേര് നിങ്ങൾ കേൾക്കുന്നതിനൊക്കെ വളരെ മുമ്പ് കേട്ട് വളരെ വർഷത്തെ പരിചയമുള്ള വളരെ അടുത്തൊരു സുഹൃത്തായ കലന്തൻ ബഷീർ അഭിനയം തൊഴിലായി കണ്ട് അഭിനയിക്കാൻ വേണ്ടി ഗൾഫിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ചെറിയ ചെറിയ വേഷങ്ങൾ, വലിയ വലിയ വേഷങ്ങളൊക്കെ ചെയ്ത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ബഷീറിനെ കാണുന്ന കായംകുളം കൊച്ചുണ്ണിയിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയൽ. നസീർ സാറിൻ്റെ കായംകുളം കൊച്ചുണ്ണി അല്ല, നിങ്ങൾ വിചാരിക്കും അത്രയും സീരിയലാണെന്നല്ല കേട്ടോ. കായംകുളം കൊച്ചുണ്ണി എന്നുള്ളൊരു സീരിയൽ. അതിനകത്ത് കലന്തൻ ബഷീർ അങ്ങനെ പരിചയപ്പെടുമ്പോൾ കലന്തൻ ബഷീറിൻ്റെ കഥകൾ കേട്ടിട്ടാണ് ഞങ്ങൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സീരിയൽ സെറ്റപ്പിൽ വരുമ്പോഴത്തേക്കും എത്ര സീനുണ്ട് എന്നാണ് നമ്മൾ ചോദിക്കാറ്. പക്ഷേ നമ്മൾ കായംകുളം കൊച്ചുണ്ണിയിൽ ചോദിക്കുന്ന എത്ര ഫൈറ്റ് ഉണ്ട് എന്നാണ്. കാരണം ഒരു ഡയലോഗ് പറഞ്ഞാൽ അടുത്ത അടിയാണ്. വില്ലൻ വേഷം ചെയ്യുന്നവർക്കൊക്കെ ഇടിയോടിടി പൂരടിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഇടിയൊക്കെ കൊണ്ടിങ്ങനെ തളർന്ന് ഇരിക്കുമ്പോൾ ബഷീറിൻ്റെ കഥകളായിരുന്നു ഞങ്ങളെ രസിപ്പിച്ചിരുന്നത്, ഞങ്ങളെ ചിരിപ്പിച്ചിരുന്നത്. ബഷീറിൻ്റെ റിയൽ ലൈഫിലെ കഥകൾ ഞങ്ങളെ ചിരിപ്പിച്ചിരുന്നു. അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ബഷീർ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു ഗ്യാപ്പൊക്കെ വന്നു. ഞാൻ സിനിമയിൽ സജീവമായി നിൽക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കുമ്പോൾ മകൻ്റെ കൂടെ വന്നിരിക്കുന്നത്. മകനാണ് അതിനകത്തൊരു മെയിൻ വേഷം ചെയ്യുന്നത്. സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദൃശ്യത്തിൽ റോഷൻ്റെ കൂടെ ബഷീറിനെ കാണുന്നു. അപ്പം തൻ്റെ അഭിനയ മോഹം, അതിൻ്റെ സാഫല്യം, അതിൻ്റെ ഒരു ഇത് വരുത്തുന്നത് മകനിലൂടെ. ഗംഭീര വേഷമായിരുന്നു ദൃശ്യം. മലയാള സിനിമയിൽ ആദ്യത്തെ 50 കോടി കടന്ന് അതിലും വലിയ ഒരു മലയാള സിനിമയിൽ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി. അപ്പോൾ ബഷീറിൻ്റെ ആഗ്രഹങ്ങൾ ബഷീർ സഫലീകരിച്ച മകനിലൂടെ. ജാനകിക്കാട് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന സിനിമ അല്പസമയത്തിനകം ഈ ഹാളിൽ വെച്ച് എറണാകുളം MP ശ്രീ ഹൈബി ഈഡൻ റിലീസ് ചെയ്യുന്നതാണ്. ഈ സിനിമ ഈ രൂപത്തിൽ ഈ യാഥാർത്ഥ്യത്തിലാക്കിയിട്ടുള്ള ഇതിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് ശ്രീ കലന്തൻ ബഷീറാണ്. അദ്ദേഹം ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിച്ചു. എനിക്ക് വളരെ ഇഷ്ടം തോന്നി. കാരണം അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റുകളൊക്കെ തന്നെ വളരെ സക്സസ് ആയിരുന്നു. കാരണം ലഹരിക്കെതിരെ ഞങ്ങളൊരു പോരാട്ടത്തിലാണ് NHRAC. അതിന് ഇത്രമാത്രം അത് ഒരു ബോധവൽക്കരണം നടത്തുന്ന സിനിമകളുമായി രംഗത്ത് വന്നിട്ടുള്ളത് കലന്തൻ ബഷീറാണ്. ആദ്യത്തെ സിനിമ കുട്ടി യോദ്ധാവ് ഇതുപോലെ തന്നെ നിരവധി സ്കൂളുകളിലും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ആ സിനിമ പ്രദർശിപ്പിച്ചു. വളരെ നല്ല പ്രതികരണം ആ സിനിമയിൽ നിന്നുണ്ടായി. രണ്ടാമത് ഹേയ് എന്ന് പറയുന്ന ഒരു സിനിമ, അതും ഇതുപോലെ തന്നെ വളരെ സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു സിനിമയായി ജനം അത് അംഗീകരിച്ചു, അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം നമുക്ക് മൂന്നാമതും ഒരു സിനിമ വേണ്ടേ എന്ന് ഒരു നിർദ്ദേശം വെച്ചത്. ആവാലോ എന്ന് പറഞ്ഞു. അങ്ങനെ സ്ക്രിപ്റ്റ് വായിച്ചു. പിന്നെ
അപ്പോൾ ഇതിനെ പറ്റിയൊരാളുമുണ്ട് നല്ല അഭിനയിക്കാൻ കഴിവുള്ളത്. അപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ നാഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ സലീം അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചു. പിന്നെ മറ്റൊന്നും എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല. കാരണം കുട്ടിയാകുമ്പോൾ കണ്ട എനിക്ക് പിന്നെ കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ശരി, കലന്തൻ ബഷീർ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നല്ലൊരു കോമ്പിനേഷൻ അതിലുണ്ടായി. ബാലാജിയും സലീമും കലന്തൻ ബഷീറും 3 പേരും ചേർന്നപ്പോൾ ആ സിനിമ ഒരു നല്ല ഒന്നാന്തരം സിനിമയായി മാറി. കാരണം ഞാൻ കൂടുതലൂടെ പറഞ്ഞ അതിൻ്റെ ഒരു ആവേശം കെട്ടടങ്ങും അല്ലേ കലന്തൻ ബഷീർ. അത് ആളുകൾ കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം മനസ്സിലാവുക.